രാജ്യത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതിൽ ഭൂരിപക്ഷവും രാജ്യം ഭരിക്കുന്ന BJP ഉൾപ്പെട്ട സംഘപരിവാറിന്റെ സംഘടനകളാണെന്നതാണ് റിപ്പോർട്ടുകൾ. വിദ്വേഷ പ്രസംഗങ്ങളിൽ 74% വർധനവാണ് വന്നിരിക്കുന്നത്. വിദ്വേഷം മുളപ്പിച്ചു ചൊരിയുന്നതിൽ മുന്നിലുള്ള ആദ്യ 10 പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായ സന്നദ്ധ സംഘടന സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റിന് കീഴിലുള്ള ഇന്ത്യ ഹെയ്റ്റ് ലാബാണ് വസ്തുതാന്വേഷണത്തിലൂടെ വിവരം പുറത്തുവിട്ടത്. 2024 1165 വിദ്വേഷ പ്രസംഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2023 688 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാനത്താണ് ഈ ഉയർച്ച. രാജ്യം ഭരിക്കുന്ന BJPയും സഖ്യകക്ഷികളുമാണ് ഇതിൽ ഭൂരിപക്ഷം കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളത് എന്നതാണ് ലജ്ജാവഹം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ BJP സംസ്ഥാനങ്ങളിലാണ് രാജ്യത്തെ 47% വിദ്വേഷ പ്രസംഗങ്ങളും അരങ്ങേറിയിരിക്കുന്നതും. 1165 ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളിൽ 98.5% മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. 10% ക്രിസ്ത്യാനികളും വിദ്വേഷ പ്രസംഗത്തിന്റെ ഇരയായിട്ടുണ്ട്. 80% വിദ്വേഷ പ്രസംഗങ്ങളും BJPയും സഖ്യകക്ഷികളും ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 20% കേസുകളാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. 2024 റിപ്പോർട്ട് ചെയ്യപ്പെട്ട 340 കേസുകളിൽ 30%ത്തിലും BJP തന്നെയാണ് പ്രതിസ്ഥാനത്ത്. RSS സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്ത്, ബജ്രംഗ് ദൾ എന്നിവയാണ് ന്യൂനപക്ഷ വിരുദ്ധത ആളിക്കത്തിച്ചതും. 279 കേസുകളാണ് ഇരു സംഘടനകളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ ഏപ്രിൽ 21 പ്രധാനമന്ത്രി നടത്തിയ നിന്ദ്യവും ഹീനവുമായ വിദ്വേഷ പ്രസംഗത്തിന് ശേഷമാണ് മുസ്ലിങ്ങളെ ഉന്നമിട്ടുള്ള പ്രസ്താവനകൾക്ക് ആക്കം കൂടിയത്. മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരായും മോദി ചിത്രീകരിച്ചത് ഹൈന്ദവ സംഘടനകൾക്ക് ശക്തിയേറ്റുകയായിരുന്നു. രാഷ്ട്രീയക്കാർ നടത്തിയ 462 വിദ്വേഷ പ്രസംഗങ്ങളിൽ 452 എണ്ണവും നടത്തിയത് BJP നേതാക്കളായിരുന്നു. നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ, യോഗി ആദിത്യനാഥ് എന്നീ BJP നേതാക്കളും ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രസംഗം നടത്താൻ മത്സരിക്കുന്നതായി വേണം പറയാൻ. മോദിയുടെ പിൻഗാമിയായി എത്താൻ സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നവരിൽ മുൻനിരയിലാണ് അമിത്ഷായും യോഗി ആദിത്യനാഥും. BJPയുടെ തുടക്കകാലത്ത് അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും എങ്ങനെയായിരുന്നുവോ അത്തരമൊരു സമവാക്യത്തിൽ പറയപ്പെടുന്ന മോദി ഷാ കൂട്ടുകെട്ട് വിദ്വേഷ പ്രസംഗങ്ങളിലും പ്രതിധ്വനിച്ചു നിൽക്കുന്നുണ്ട്. അതിനൊപ്പമാണ് മോദിയെ പോലെ അടുത്ത ഹിന്ദു ഹൃദയ സാമ്രാട്ടാകാൻ ശ്രമിക്കുന്ന യോഗിയും. തീവ്ര ഹിന്ദുത്വ നിലപാട് കൊണ്ടും വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ടും മാത്രം UPയിലെ വലിയൊരു വിഭാഗത്തിന്റെ ആരാധനാപാത്രമായ നേതാവ് കൂടിയാണ് യോഗി ആദിത്യനാഥ്. 2024 രേഖപ്പെടുത്തിയ 1165 വിദ്വേഷ പ്രസംഗങ്ങളും സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, X എന്നിവ വഴി ലൈവായി പ്രദർശിപ്പിച്ചുവെന്നും ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ നിരക്ക് കൂടുതലായുള്ളത്. ഇവിടെയും BJP, VHP, ബജ്രംഗ് ദൾ എന്നിവയുടെ സാന്നിധ്യം ഏറെയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് വിദ്വേഷ പ്രസംഗം താരതമ്യേന കുറവുള്ളത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ച് ബഹുമാനിച്ച് ബഹുസ്വരമായി മുന്നോട്ടു പോകേണ്ടവർ തന്നെ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്ത് പാകുമ്പോൾ ഇവർക്കുമേൽ ചോദ്യങ്ങൾ ഉയർത്തേണ്ടത് ഇന്ത്യൻ ജനത തന്നെയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്.